ഇറ്റലിയുടെ തീരത്ത് കൊടുംകാറ്റിൽപ്പെട്ട ആഡംബര കപ്പൽ മുങ്ങിയ സംഭവത്തിൽ 6 വിനോദസഞ്ചാരികളെ കാണാതായ വാർത്ത ഇന്നലെ പുറത്തു വന്നിരുന്നു. പ്രമുഖ ബ്രിട്ടീഷ് IT വ്യവസായിയും ഇയാളുടെ 18 വയസ്സുകാരി മകളും ഇതിൽ ഉൾപ്പെടുന്ന വാർത്ത വ്യവസായ ലോകത്ത് കടുത്ത ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മൈക്കിന്റെ ഭാര്യയെയും മറ്റ് 14 പേരെയും രക്ഷിക്കുവാൻ കഴിഞ്ഞു. 184 അടി നീളമുള്ള ബേസിയൻ എന്ന നൗകയിൽ 10 ജീവനക്കാർ ഉൾപ്പെടെ 22 പേരാണ് ഉണ്ടായിരുന്നത്. ബ്രിട്ടനിലെ ബിൽഗേറ്റ്സ് എന്നാണ് മൈക്ക് ലിഞ്ച് അറിയപ്പെട്ടിരുന്നത്. ഇറ്റലിയുടെ തെക്കു ഭാഗത്തുള്ള സിസിലി തീരത്ത് നിന്നും തിങ്കളാഴ്ച പുലരും മുൻപാണ് നൗക പുറപ്പെട്ടത്. അപ്രതീക്ഷിതമായി ആഞ്ഞടിച്ച കൊടുങ്കാറ്റാണ് ദുരന്തം ഉണ്ടാകാനുള്ള കാരണം. കാണാതായ യാത്രക്കാരിൽ 4 ബ്രിട്ടീഷുകാരും 2 അമേരിക്കക്കാരുമാണ് ഉള്ളത്. രക്ഷപ്പെടുത്തിയ 15 പേരിൽ 1 വയസ്സ് വരുന്ന ഇംഗ്ലീഷ് പെൺകുട്ടിയും ഉൾപ്പെട്ടിട്ടുണ്ട്. കുട്ടിയെ പലേർമോയിലെ ശിശുരോഗ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കപ്പലിൽ ഉണ്ടായിരുന്നവരിൽ ഭൂരിഭാഗം പേരും UK-യിൽ നിന്നുള്ളവരാണ്. സിസിലിയിൽ നടന്ന രക്ഷാപ്രവർത്തനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിൽ ഏകദേശം 50 മീറ്റർ താഴ്ചയിൽ കിടക്കുന്ന കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാം. കാണാതായ 6 പേർക്കായി സ്കൂബ ഡൈവർമാർ തിരച്ചിൽ നടത്തുന്നുണ്ട്. കഴിഞ്ഞയാഴ്ച പകുതി മുതൽ പടിഞ്ഞാറൻ മെഡിറ്ററേനിയനിൽ മോശം കാലാവസ്ഥയാണ്. ഇടയ്ക്കിടെ കൊടുങ്കാറ്റുകളും മറ്റും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംഭവ സമയത്ത് പ്രദേശത്ത് കനത്ത മഴയും കാറ്റും ഉണ്ടായിരുന്നു. 2008-ൽ നിർമ്മിച്ച ഈ ആഡംബര കപ്പൽ ഭൂരിഭാഗം യാത്രകളും നടത്തിയത് മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലാണ്. റെവ്ടോം ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കപ്പൽ. 2011-ൽ ലിഞ്ചിന്റെ സ്വന്തം സ്ഥാപനമായ ഓട്ടോണോമി എന്ന സ്ഥാപനം ഹ്യൂലൈറ്റ് പക്കാർഡിന് 8.6 ബില്യൺ പൗണ്ടിന് വിറ്റതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ കഴിഞ്ഞ 12 വർഷമായി കുടുങ്ങിക്കിടക്കുകയായിരുന്നു മൈക്ക് ലിഞ്ച്. ഇക്കഴിഞ്ഞ ജൂണിൽ അദ്ദേഹത്തെ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. ഇതിന്റെ ആഘോഷമായിട്ടായിരുന്നു മൈക്ക് ലിഞ്ച് ഈ വിരുന്ന് സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.